എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാ എൻ്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഉമ്മ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ ഏതൊരു മകനാണ് തളർന്നു പോകാത്തത്? എന്നാൽ നെഞ്ചു പൊട്ടുന്ന ആ സങ്കട വാർത്ത അറിഞ്ഞിട്ടും തൻ്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകാൻ വേദിയിലേക്ക് കയറിയ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ കുറിച്ചാണ് പറയുന്നത്. കാസിമി ഉസ്താദ് വയലിന് സ്റ്റേജിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പാണ് ഉമ്മയുടെ മരണ വാർത്ത ഉസ്താദ് അറിയുന്നത്. എന്നിട്ടും സദസ്സിനെ നിരാശപ്പെടുത്താതെ തൻ്റെ ഉള്ളിലെ കരച്ചിൽ അള്ളാഹുവിൽ അർപ്പിച്ച് അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു. ഒരു മകൻ്റെ ഉത്തരവാദിത്തം, ദീനിനോടുള്ള കടമയും എത്രത്തോളമാണെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഉമ്മയ്ക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യത്തെക്കുറിച്ചാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കോ പണത്തിനോ വേണ്ടി മാത്രമായിരുന്നില്ല ആ ഉമ്മ മക്കളെ വളർത്തിയത്. തൻ്റെ 8 മക്കൾ, അതിൽ 6 ആണുങ്ങളും ആലിമീങ്ങളും ഹാഫിദുകളുമായാണ് ആ പുണ്യവതിയായ ഉമ്മ വളർത്തിയെടുത്തത്. ഒരു ഉമ്മയ്ക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത്. ഇന്ന് ആ ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ അവർ പ്രസവിച്ച് വളർത്തിയ മകൻ ദീനി വേദിയിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളെ കൊണ്ട് ആ ഉമ്മയുടെ പരലോക മോക്ഷത്തിനായി യാസീനും ഫാത്തിഹയും ഓദിച്ച് ദുആ ചെയ്യിക്കുകയാണ്. മക്കളെ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ച് വളർത്തിയാൽ മരണശേഷവും അവർ നമുക്ക് വലിയൊരു നിധിയായി മാറുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഏതൊരു വിശ്വാസിയും കൊതിക്കുന്നത് പോലെ പുണ്യമേറിയ വെള്ളിയാഴ്ച രാവിലാണ് ആ ഉമ്മ ദുനിയാവിനോട് വിട പറഞ്ഞത്. അള്ളാഹുവിനെ ഭയന്ന് തഖ്വയോടെ ജീവിച്ച ആ ഉമ്മയ്ക്ക് റബ്ബ് നൽകിയ വലിയൊരു അനുഗ്രഹമാണിത്. നമ്മൾ ജനിച്ചപ്പോൾ ചുറ്റുമുള്ളവർ ചിരിക്കുകയും നമ്മൾ കരയുകയുമായിരുന്നു. എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ വേർപാടിൽ മറ്റുള്ളവർ കരയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരിയും പ്രകാശവും ഉണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥ വിജയം. മക്കളെ നല്ല നിലയിൽ ദീൻ പഠിപ്പിച്ച് വളർത്തിയ ആ ഉമ്മയ്ക്ക് അള്ളാഹു ഇങ്ങനെയൊരു നല്ല മരണം നൽകി അനുഗ്രഹിച്ചു. ഈ സംഭവം നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കേണ്ട ഒന്നാണ്. മക്കളെ വെറുമൊരു സമ്പാദ്യമായി മാത്രം കാണാതെ മരണശേഷവും നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ശേഷിയുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉസ്താദിൻ്റെ ഉമ്മയുടെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ നന്നായി പരിചരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. എന്നോട് സംഘാടകർ ചോദിച്ചു, സാർ എന്ത് വേണം? ഞാൻ പറഞ്ഞു, ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഴുതു പറയും ഇൻഷാ അല്ലാഹ്. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോൺ എടുത്തപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇൻ്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്. ഇന്നലെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ വന്നേ. ഞാൻ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു തോന്നലുമ്മ ഉമ്മാനെക്കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എൻ്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ. എനിക്കത് കേട്ടപ്പോൾ ആ മരണ വാർത്ത കേട്ടപ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കി, എൻ്റെ എല്ലാവരും എൻ്റെ കൂടെ നിന്നവരൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ കരയുന്നുണ്ടോ എന്ന്, എനിക്ക് സങ്കടമുണ്ടോ എന്ന്. എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാ എൻ്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഏതൊരു മനുഷ്യനും ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹ് എൻ്റെ ഉമ്മാന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം, ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു